ഹായ് ഫ്രണ്ട്സ്, ടെസ്സി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ്. ആദ്യം നമ്മൾ എണ്ണ വെച്ച് പാൻ ചൂടായതിനു ശേഷം ഏതെങ്കിലും എണ്ണ ഒഴിച്ച് ചെറിയ ജീരകം ഇടുക. അത് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഗാർലിക്, ജിഞ്ചർ ആൻഡ് ഗ്രീൻ ചില്ലീസ് ഇട്ട് നന്നായി വഴറ്റുക. വന്നതിന് ശേഷം ചെറുതായി ഡൈസ് ചെയ്ത ഒനിയൻസ് നമുക്ക് ഇടാം. ഞാനിവിടെ ഒരു വലിയ ഒനിയനാണ് എടുത്തത്. അത് വഴണ്ട് വരുമ്പോൾ തന്നെ കുറച്ച് ഉപ്പും ഇട്ട് നമുക്കത് നന്നായി വഴറ്റാം. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി മാറിയതിന് ശേഷം നമ്മുടെ പൊട്ടാറ്റോസ് ഇടാം. ഇവിടെ 3 ചെറിയ പൊട്ടാറ്റോ ആണ് എടുത്തേക്കുന്നത്. അതിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് സ്റ്റീം കയറ്റി വേണം പൊട്ടാറ്റോ വേവിക്കാൻ. അതോടൊപ്പം ഞാൻ കുറച്ച് കറി ലീവ്സും ഇടുന്നുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റ് എടുത്തു എനിക്ക് ഈ പൊട്ടാറ്റോസ് വേവാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെക്ക് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഏതാണ്ട് വെന്ത് വന്ന പാകത്തിൽ നമുക്ക് വേണ്ട പൊടികളിടാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി, വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും ഇടാം. അതോടൊപ്പം കുറച്ച് കൊറിയാൻഡർ പൊടി അതിട്ട് നന്നായി എല്ലാം ഇളക്കാം. നല്ല രീതിയിൽ മിക്സായി വന്നതിന് ശേഷം ഇവിടെ പേസ്റ്റ് രൂപത്തിൽ ഒരു വലിയ തക്കാളി അരച്ചതാണ് ചേർക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചെറുതായി മുറിച്ച് ഇട്ട് നല്ലോണം ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മീത്തി നന്നായി കഴുകി ചെറുതായി അരിഞ്ഞ് ആണ് ഇതിലേക്ക് ഇടുന്നത്. മേത്തി ലീവ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് അതിലുള്ള എല്ലാം വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം പൊട്ടാറ്റോ ആയി ചേർത്ത്. അതിൽ ലൈം ജ്യൂസ് ഒഴിച്ചാൽ മേത്തി ലീഫിലെ ബിറ്റർനെസ് കുറയുമെന്നാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യില്ലേ? ഡീറ്റെയിൽ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. താങ്ക് യു.